മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. തിരുവനന്തപുരം നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരി ഭാരതീയ ജനതാ പാർട്ടി തൂക്കുമെന്ന് നമ്മൾ നിരവധി വീഡിയോകളിലൂടെ മുന്നോട്ട് വെച്ച സമയത്ത് കേരളത്തിലെ സുഡാപ്പികൾ ഉൾപ്പെടെയുള്ള സകല മോദി വിരുദ്ധരും തോന്നിയത് വിളിച്ചു പറഞ്ഞിരുന്നു. അവരൊക്കെ ഇപ്പോ എവിടെ പോയി? നമ്മൾ വെറുതെ പറഞ്ഞതല്ലായിരുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തില് നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഭാരതീയ ജനതാ പാർട്ടി എണ്ണയിട്ട യന്ത്രം പോലെ വർക്കെടുക്കുന്നുണ്ട്. ജനങ്ങളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇലക്ഷൻ സമയത്ത് വിളിച്ചു പറഞ്ഞിരുന്നു. റിസൾട്ട് വന്നിരിക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി സുന്ദരമായ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ മാത്രമല്ല, കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും അരുവികളിലും നദികളും താമര വിരിഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം സകല മോദി വിരുദ്ധരും കൃത്യമായിട്ട് അങ്ങ് തിരിച്ചറിഞ്ഞോളൂ. രാജീവ് ചന്ദ്രശേഖർ വന്നത് മുതല് അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ ട്രോളുകള്, എന്തൊക്കെ പരിഹാസങ്ങള്, എന്തൊക്കെയായിരുന്നു ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവിടെയുള്ള സകല മോദി വിരുദ്ധരും വിളിച്ചു പറഞ്ഞിരുന്നത്. ഏതായാലും ഈ ഒരു വിജയത്തിളക്കത്തില് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസിദ്ധമായ ഒരു ഡയലോഗ് എങ്ങനെയാ മുന്നോട്ട് വെക്കാതിരിക്കാൻ സാധിക്കുക? നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. നമ്മുടെ കേരളത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ വലിയ ദൗത്യവുമായിട്ട് എത്തിയിട്ട് അദ്ദേഹം നമ്മുടെ കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞൊരു ചെറിയ ഭാഗ, ഇദ്ദേഹത്തെ ക്രൂരമായിട്ട് UDF-ഉം LDF-ഉം സുഡാപ്പികളും സകല മോദി വിരുദ്ധരും ക്രൂശിക്കുന്ന സമയത്ത് അദ്ദേഹം നെഞ്ചു വിരിച്ചു പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കൂ, കേൾക്കേണ്ടതാണ്. ഇതൊക്കെ ഈ ഒരു വിജയ സമയത്തല്ലാതെ മറ്റെപ്പോഴാണ് നമ്മളൊക്കെ ഇതെടുത്ത് മുന്നോട്ട് വെക്കുക? പിന്നെ പറഞ്ഞത് എനിക്ക് മലയാളം അറിയില്ല. ഞാൻ തൃശ്ശൂരിൽ വളർന്ന് പഠിച്ച ഒരാളാണ്. രാജ്യം മൊത്തം നാഷണൽ സർവീസ് ചെയ്ത ഒരു വ്യോമസേന പട്ടാളക്കാരൻ എയർ കമാൻഡർ MK ചന്ദ്രശേഖരന്റെ മകനാണ്. അപ്പോൾ എനിക്ക് മുണ്ട് കൊടുക്കാനും അറിയും, വേണമെങ്കിൽ മുണ്ടി കുത്തി വെക്കാനും അറിയും, മലയാളം സംസാരിക്കാനും അറിയും, മലയാളത്തിൽ തെറി പറയാനും അറിയും. ജനങ്ങൾക്ക് വികസന സന്ദേശം മലയാളത്തിൽ പറയാനും അറിയും. അപ്പോൾ എന്നെ പഠിപ്പിക്കരുത്. ഞാൻ ഇവിടെ പഠിക്കാൻ കോൺഗ്രസ് നിന്നും CPM എന്നെല്ലാം വന്നിരിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ? ഇദ്ദേഹത്തിന് മലയാളം അറിയില്ല. എന്തൊക്കെ പുകിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പിന്നാലെ ആളുകൾ നടന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് മുണ്ടൊടുക്കാനോ മുണ്ട് മടക്കി കുത്താനോ മലയാളം പറയാനും മലയാളം പറയുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കാനും കൃത്യമായിട്ട് അറിയാമെന്ന് പറഞ്ഞത് വെറുതെയല്ല എന്നുള്ളത് സകല മോദി വിരുദ്ധരും തിരിച്ചറിഞ്ഞില്ലേ? ഒരു പട്ടാളക്കാരന്റെ മകന രാജീവ് ചന്ദ്രശേഖർ. ആ പട്ടാളക്കാരന്റെ വീറും വാശിയോടും കൂടിയ താമര വിരിക്കാൻ കേരളത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ പറന്നെത്തിയിട്ടുള്ളത്. അദ്ദേഹം വന്നു, ആളുകളോട് മലയാളം സംസാരിച്ചു, മലയാളികൾ അത് കേട്ടു. തലസ്ഥാന നഗരി തന്നെ അദ്ദേഹത്തിന് ഒപ്പം നിന്ന്. ഇത് വലിയൊരു വാർത്തയാ. യഥാർത്ഥത്തില് കേരള രാഷ്ട്രീയത്തില് വലിയൊരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശിയ വലിയൊരു വാർത്തയാ. ഇത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ വേറെ ശൈലിയിലേക്കൊക്കെയാണ് വാർത്തയായിട്ട് പോകുന്നത്. ഇവിടെ എന്തോ UDF അല്ലെങ്കിൽ LDF ആ ഒരു ചർച്ചയിലേക്ക് മനഃപൂർവ്വം മാധ്യമങ്ങൾ പോവാ. നമ്മുടെ തലസ്ഥാന നഗരിയിൽ താമര വിരിഞ്ഞത് ദേശീയ തലത്തിൽ വലിയ ചർച്ചയാ. ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോവാ? കൃത്യമാണ്, വരുന്ന നിയമസഭാ ഇലക്ഷനിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്താൻ പോവാ. ഒരു തർക്കം അതിലൊന്നും ആർക്കും വേണ്ട. അല്ല, കോർപ്പറേറ്റ് മോഡലിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖരനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞവരൊക്കെ എവിടെ പോയി? ഈ കോർപ്പറേറ്റ് ശൈലി എന്താണെന്ന് ഈ മരമൊണ്ണകൾക്കറിയോ? സകല മോദി വിരുദ്ധരും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ. കോർപ്പറേറ്റ് ശൈലി എന്ന് പറയുന്നത്, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യബോധം, കൃത്യമായിട്ടുള്ളൊരു അച്ചടക്കം. അത് കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയിൽ നടപ്പിലാക്കി കഴിഞ്ഞു. വ്യക്തമായ ലക്ഷ്യബോധം,
കേരളത്തിൽ താമര വിരിയിപ്പിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യബോധം, വളരെ കൃത്യമായിട്ടുള്ള അച്ചടക്കം, ഭാരതീയ ജനതാ പാർട്ടിയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ അച്ചടക്കം, ലക്ഷ്യബോധം കേരളത്തിൽ വളരെ വ്യക്തം. തലസ്ഥാന നഗരെ ലക്ഷ്യബോധത്തിന്റെ ഭാഗമായിട്ട് അവർ പിടിച്ചെടുത്തിരിക്കുന്നു. കോർപ്പറേറ്റ് ശൈലി എന്ന് പറഞ്ഞാൽ ഈ വാങ്ങലും വിൽക്കലും മാത്രമാണെന്ന ഇവിടെ കുറെ മരമൊണ്ണകൾ കരുതിയിരിക്കുന്നത് സകല മോദി വിരുദ്ധരും. കോർപ്പറേറ്റ് ശൈലിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ കേരളത്തിൽ അങ്ങ് നടപ്പിലാക്കി കഴിഞ്ഞ് ഇപ്പൊ എന്തു പറയുന്നു? രാജീവ് ചന്ദ്രശേഖരനെ തോന്നിയത് വിളിച്ചു പറഞ്ഞ ആളുകളൊക്കെ ഇപ്പോ എന്തു പറയുന്നു? കേരളത്തിൽ പല ഭാഗങ്ങളിലും ചരിത്രം കുറിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിലും വ്യക്തമായിട്ടുള്ള ചരിത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത് RSS നമ്മുടെ കേരളത്തില് RSS തുടങ്ങിയ കോഴിക്കോടിലെ ചാലപ്പുറത്ത് ശാഖ, അതായത് കേരള ചരിത്രത്തില് കോഴിക്കോട് ചാലപ്പുറത്താണ് ആദ്യത്തെ RSSന്റെ ശാഖ ഉണ്ടാകുന്നത്. അവിടെയും ഭാരതീയ ജനതാ പാർട്ടി താമര വിരിയിപ്പിച്ചിരിക്കുന്നു. കൽപ്പറ്റയില്, കണ്ണൂരില് ഓരോ ഭാഗങ്ങളിലും ചരിത്രപരമായിട്ടുള്ള അക്കൗണ്ടുകളുടെ തുറക്കലുകള് എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഓരോ ഭാഗങ്ങളിലും. അല്ല, ഇവിടെ UDF മുന്നേറ്റാണെന്നൊക്കെ പറയുന്ന ആളുകള് എന്തുകൊണ്ടാണ് VD സതീശന്റെ വാർഡില് താമര വിരിഞ്ഞതിനെ കുറിച്ച് ഒരക്ഷരമിണ്ടാത്തത്? വളരെ വളരെ ലളിതമായിട്ടുള്ള ചോദ്യ. VD സതീശന്റെ, നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാർഡില് താമര വിരിഞ്ഞത് ഇവിടെ ആളുകൾ ചർച്ചയാക്കുന്നില്ല, വാർത്തയാക്കുന്നില്ല. ഇനി മറ്റൊരു വാർത്ത ഞാൻ ഇവിടെ കൊടുക്കാം. നമ്മുടെ മാധ്യമങ്ങൾ ഏത് ശൈലിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ആളുകൾ തിരിച്ചറിയണം. ഞാനൊരു ഉദാഹരണം മാത്രം. ഇതുപോലെയാണ് ഇപ്പൊ മാധ്യമങ്ങൾ വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മാവേലിക്കര നഗരസഭ UDF ഇത്തവണ ഒറ്റക്ക് ഭരിക്കും, LDF മൂന്നാമത്. അല്ല, രണ്ടാമത് പറഞ്ഞിട്ടല്ലേ മൂന്നാമതുള്ളതിനെ കുറിച്ച് പറയേണ്ടത്? ഈ ശൈലിയിലാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ സകല മാപ്രകളും പണിയെടുത്തോണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം നടത്തിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാ. കാരണം എന്താ? UDF LDF ഒക്കെ ഇവിടെ മാറി മാറി ഭരിക്കുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും വാർത്തയാണോ? ഓരോ ബോധമുള്ള മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. UDF ആണെങ്കിലും LDF ആണെങ്കിലും മാറി മാറി ഭരണത്തിൽ വരുന്നതൊക്കെ എന്തെങ്കിലും പുതുമയുണ്ടോ? ഇവിടെ പുതുമയുള്ളത്, പുതിയ വാർത്ത എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടുള്ള വിജയത്തിലേക്ക് BJP മുന്നോട്ട് കുതിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ കോർപ്പറേറ്റ് ശൈലി എടുത്തു പറയേണ്ടതാണ്. കോർപ്പറേറ്റ് ശൈലി കേരളത്തിൽ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു. അത് കൃത്യമായിട്ട് ജനങ്ങൾ ആ അച്ചടക്കത്തെ, ആ ലക്ഷ്യബോധത്തെ ജനം ഹൃദയത്തിലേറ്റിയതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു മാധ്യമവും ഒരക്ഷരവും മിണ്ടാത്തത്? പിന്നെ സകല പ്രമുഖ മാധ്യമങ്ങളോടും പറയാനുള്ളത്, ഓരോ പ്രമുഖ മാധ്യമങ്ങളുടെയും തണലിലോ അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടുകൂടിയോ അല്ല കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് കുതിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഓൺലൈൻ മാധ്യമങ്ങൾ, ഇവിടെ സോഷ്യൽ മീഡിയയൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മളെ കൊണ്ടൊക്കെ ആവുന്നത് പോലെ ഇവിടെ ദേശീയതയാണ് നമ്മുടെ കേരളത്തിൽ ഉയർന്നു വരേണ്ടത്, മറ്റൊന്നുമല്ല. വളരെ സുന്ദരമായ, വളരെ നമ്മുടെ കേരളത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന കൃത്യമായ ഒരു റിസൾട്ടിലേക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിന് സാധിച്ചു എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. നമ്മുടെ തലസ്ഥാന നഗരി ദേശീയതക്കൊപ്പം അണിനിരന്നിരിക്കുന്നു. ഇനി മിഷൻ കേരളക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. കേരളവും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പിടിക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വളർന്നിരിക്കുന്നു എന്നുള്ളതും സകലരും തിരിച്ചറിഞ്ഞോളൂ.